ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുവാണ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് കൊളൂംസ് ലോയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു ലോയാണ് കൊളൂംസ് ലോ എന്ന് അറിയപ്പെടുന്നത്. അതായത് രണ്ട് ചാർജുകൾക്കിടയിൽ ഫോഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സും. ഈ ഫോഴ്സ് അട്രാക്റ്റീവോ റിപ്പൾസീവോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സിനെ ആസ്പദമാക്കിയാണ് ഫോഴ്സ് ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ലോയാണ് കൊളൂംസ് ലോ എന്ന് അറിയപ്പെടുന്നത്. അതായത് രണ്ട് ചാർജിന് ഇടയിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ലോയാണ് കൊളൂംസ് ലോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കൊളൂംസ് ലോ പറയുന്നത് ഇതാണ്: ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിൻ്റ് ചാർജസ്. പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ ചാർജ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിൻ്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു the product of magnitudes of two charges and inversely proportional to the square of the distance between them. അതായത് ഈ ലോ പറയുന്നത് ഇതാണ്: രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ രണ്ട് ചാർജിനിടയിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവോ റിപ്പൾസീവോ ആയിക്കോട്ടെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് ഫോഴ്സിൻ്റെ അളവ് എന്ന് പറയുന്നത്, it is directly proportional to product of two charges എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജിൻ്റെ അളവിൻ്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവയുടെ അകലമുണ്ടല്ലോ, രണ്ട് ചാർജ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. അതായത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിൻ്റ് ചാർജസ് is directly proportional to product of magnitudes of two charges and inversely proportional to square of the distance between them. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്. ഇതൊരു ചാർജ് Q1, ഇതൊരു ചാർജ് Q2. ഇവിടെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും കൊടുത്തിട്ടില്ല, രണ്ട് ചാർജ് എന്നുള്ളതേ ഉള്ളൂ. അത് പോസിറ്റീവ് നെഗറ്റീവ് ആയാലൊന്നും പ്രശ്നമൊന്നുമില്ല, അതനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് കാണിച്ചിരിക്കുന്നു, Q1ഉം Q2. ഇവിടെ ഇരിക്കുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് Q1, ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് Q2. ഈ രണ്ട് ചാർജ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് R ആണ്, അവ തമ്മിലുള്ള അകലം. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു അല്ല, പ്രപ്പോർഷണാലിറ്റിയാണ് ആദ്യം പറയുന്നത്. അപ്പം ഇവ തമ്മിലുള്ള ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു. ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ന്യൂമറേറ്ററിലുള്ളൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ് വരുന്നത്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ടു ചാർജസ്. രണ്ട് ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് Q1ഉം Q2ഉമാണ്. അവയുടെ ഗുണനഫലം, അതായത് അവയുടെ പ്രോഡക്റ്റിന് നേർ അനുപാതത്തിലായിരിക്കും, ഡയറക്റ്റ് പ്രപ്പോർഷണാലിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഭാഗം പറയുന്നത്. ദിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ടു ചാർജസ്. പിന്നെ എഗെയിൻ ഇത് പറയുന്നത് ഇതാണ്: ദിസ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത് 1/, ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് പ്രപ്പോർഷണാലിറ്റിയിലാണെങ്കിൽ ന്യൂമറേറ്ററിൽ വരും, ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റിയിലാണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ദിസ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് R ആണെങ്കിൽ Rൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കൊളൂംസ് ലോയ്ക്കകത്ത് പറയുന്നത്. The force between two charges is directly proportional to product of magnitudes of two charges and it is inversely proportional to square of the distance between them. ഇത് നമ്മൾ ഒന്നിച്ചങ്ങ് കമ്പൈൻ ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെ വരും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് പ്രപ്പോർഷണാലിറ്റിയിലുള്ളത് ന്യൂമറേറ്ററിലും ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റിയിലുള്ളത് ഡിനോമിനേറ്ററിലും വരും.
അപ്പോൾ എങ്ങനെ എഴുതാം? എഫ് ഈസ് പ്രപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നെഴുതാം. Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി, ഇവിടെ ഒരു പ്രപ്പോർഷണാലിറ്റി ആണല്ലോ കിടക്കുന്നത്. പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ ഈക്വൽ ടു സൈൻ കൊടുക്കുമ്പം എ കോൺസ്റ്റൻറ്റ് കെ ഞാനിവിടെ കൊടുത്തു. ഈ കെയുടെ വാല്യൂ ഒക്കെ പറയാം. കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് കെയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. കെ ഈസ് ഈക്വൽ ടു, കെ നമ്മൾ ഒരൊറ്റ വാല്യൂ ആയിട്ടല്ല എഴുതുന്നത്, വാല്യൂ ഉണ്ട്, വാല്യൂ ആയിട്ടല്ല നമ്മളിത് എവിടെ എഴുതുന്നത്, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. 1/4πε0. ഇതാണ് കെയുടെ മൊത്തം എക്സ്പാൻഡഡ് ഫോം. അതായത് കെ ഈസ് ഈക്വൽ ടു 1/4πε0 ആണ്. അതായത് ഈ കെ എന്ന് പറയുന്നത്, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് കെ എന്ന് പറയുന്നത് 1/4πε0 എന്ന് പറഞ്ഞു. ഈ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നമ്പർ 4, പൈയുടെ വാല്യൂ നമുക്കറിയാം. ഇതിനകത്ത് ഈ എപ്സിലോൺ 0, എപ്സിലോൺ എന്നാണ് നമ്മളിതിനെ വായിക്കുന്നത്. എപ്സിലോൺ 0 എന്ന് പറയുന്നതിനെ നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയുന്നത്. എപ്സിലോൺ 0 അറിയപ്പെടുന്നത് പെർമിറ്റിവിറ്റി. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതായത് വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഫക്റ്റ് കടത്തിവിടാനുള്ള ഒരു മീഡിയത്തിൻ്റെ ക്വാളിറ്റിയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ എഫക്റ്റ്, അതായത് ചാർജിൻ്റെയൊക്കെ ഇഫക്റ്റ് കടത്തിവിടാനുള്ള ഓരോ മീഡിയത്തിനും ഓരോ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി ആയിരിക്കില്ല വാട്ടറിന്, അതായിരിക്കില്ല എയറിന്. അപ്പോൾ വ്യത്യാസമുണ്ട്. ഇത് വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എപ്സിലോൺ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ് കൊടുക്കേണ്ടത്, 1/4πε0 എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും, എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നെഴുതാം. ഇതാണ് കൂളംബ്സ് ലോയുടെ മുഴുവനായിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഈ 1/4πε0 ഒരു വാല്യൂ ഉണ്ട്. 1/4πε0 യുടെ വാല്യൂ എന്ന് പറയുന്നത്, ഇത് മൊത്തത്തിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് സ്ക്വയർ ആണ്. യൂണിറ്റ് പ്രവർത്തന ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് സ്ക്വയർ, ഇതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ 1/4πε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ആണ് ഇത്. പക്ഷെ നമ്മൾ ഇക്വേഷനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇനി ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിൽ മുഴുവൻ വരുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് 1/4πε0 എന്ന് പറയുന്ന ഈ കോൺസ്റ്റൻറ്റ്. ഇതിനകത്ത് തന്നെ ഈ എപ്സിലോൺ 0യ്ക്ക് തന്നെ, അതായത് ഈ എപ്സിലോൺ 0യ്ക്ക് തന്നെ ഒരു വാല്യൂ ഉണ്ട്. എപ്സിലോൺ 0യുടെ തന്നെ വാല്യൂ എന്ന് പറയുന്നത്, എപ്സിലോൺ 0യുടെ മാത്രം വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 ആണ് ഇതിൻ്റെ വാല്യൂ. 8.854 × 10⁻⁻12 ആണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കാണാതെ ഓർത്തിരിക്കേണ്ടതാണ്. ഇതും ഇതിൻ്റെ വാല്യൂ. ഇതിനകത്ത് കൂടുതലായിട്ടും നമുക്ക് ഉപയോഗം വരുന്നത് ഈ വാല്യൂ ആണ്. 1/4πε0യ്ക്ക് മുഴുവനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടാണ്, പലപ്പോഴും വാല്യൂ വിടാനായിട്ടാണ് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഈ വാല്യൂ ഓർത്തിരിക്കുക. ഇത് കൂടി ഓർത്തിരിക്കുന്നതാണ് നല്ലത്. ഇനി ഈ ഇക്വേഷൻ മുഴുവനായിട്ടുള്ള ഇക്വേഷനാണെന്നൊക്കെ പറഞ്ഞു. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജും Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജ് r ഡിസ്റ്റൻസ് അകലത്തിൽ വാക്യൂത്തിലിരിക്കുമ്പോഴത്തെ ഫോഴ്സാണ്.
അപ്പോൾ വാക്യത്തിലല്ല ഈ രണ്ട് ചാർജ് ഇരിക്കുന്നതെങ്കിലോ, ഇപ്പോൾ എയറിലിരിക്കുന്നു, അല്ലെങ്കിൽ ഈ രണ്ട് ചാർജ് വാക്യത്തിൽ ഈ ആർ ഡിസ്റ്റൻസ് അകലത്തിൽ, വാട്ടറിൽ ഈ ആർ ഡിസ്റ്റൻസ് അകലത്തിലിരിക്കുന്നു, അങ്ങനെയൊക്കെ വരാൻ മേലെ. അങ്ങനെ വരുമ്പോൾ ഈ എപ്സിലോൺ സീറോയോട് കൂടി മറ്റൊരു ക്വാണ്ടിറ്റിയും കൂടെ കാണും, എപ്സിലോൺ ആർ. അതായത് ആ മീഡിയത്തിന് അധികമായി വരുന്ന പെർമിറ്റിവിറ്റിയും കൂടെ അതിനകത്ത് വരണം. അതിനെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് ഇത് വാക്യത്തിലാണെങ്കിൽ ഇത്രയും മതി, 1/4 എപ്സിലോൺ സീറോ മതി. ഇവിടെ എപ്സിലോൺ സീറോ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. 1ഉം ഈ 4 കഴിഞ്ഞിട്ട് ഇവിടെ എപ്സിലോൺ സീറോ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ഒരു മീഡിയത്തിലാണ്, അതായത് വാക്യമല്ലാത്ത ഒരു മീഡിയത്തിലാണ് ഈ ചാർജ് ഇരിക്കുന്നതെങ്കിൽ, ആർ ഡിസ്റ്റൻസ് അകലത്തിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇവിടെ എന്തും കൂടെ വരും, എപ്സിലോൺ ആർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയും കൂടെ വരും. അപ്പം അത് കൊടുത്ത് നമുക്കൊന്ന് എഴുതി നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇതിനകത്ത് എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ ആർ ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. അതായത് വാക്യത്തെ അപേക്ഷിച്ച് ഒരു മീഡിയത്തിന് വരുന്ന കൂടുതലായുള്ള പെർമിറ്റിവിറ്റിയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ നമ്മൾ വാക്യത്തിൻ്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? അതിന് വരുന്ന അധികമായിട്ടുള്ള റിലേറ്റീവ് പെർമിറ്റിവിറ്റി വരും. അപ്പോൾ ഇതിനകത്ത് എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ എവിടെ കിടക്കുന്നോ അവിടെ ആയിരിക്കും എപ്സിലോൺ ആർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇതിപ്പോൾ ഡിനോമിനേറ്ററിലാണ് എപ്സിലോൺ സീറോ കിടക്കുന്നത്, അതുകൊണ്ട് എപ്സിലോൺ ആറും എവിടെയായിരിക്കും? ഡിനോമിനേറ്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് കൊളുംബ്സ് ലോ എന്ന് പറയുന്നത്. കൊളുംബ്സ് ലോ പറയുന്ന ഇതാണ്: ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിൻ്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു product of magnitudes of two charges, and it is inversely proportional to square of the distance between them. Coulomb's law states that the electrostatic force between two electric charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. If Q1 and Q2 are 2-point charges separated by a distance r, the electrostatic force F between the charges is given by F is directly proportional to Q1 Q2 by r square, or F is equal to K of modules of Q1 Q2 by r square, where K is a positive constant called Coulomb's constant. This value depends on the medium between the two charges. A. If the charges are in vacuum, then in SI units, K is equal to 1/4 pi epsilon naught, where epsilon naught is the permittivity of space. The value of epsilon naught is equal to 8.854 into 10 power minus 12 Coulomb square per Newton meter square, which was obtained by experiments. Thus K is equal to 8.988 into 10 power 9 Newton meter square per Coulomb square. Subtopics: Unit of charge Coulomb. Vector form of Coulomb's law. Unit of charge Coulomb. The unit of charge is Coulomb and is denoted by C. 1 coulomb of charge is that charge which, when placed 1 meter from another charge in vacuum, experiences an electrical force of repulsion of magnitude 9 into 10 power 9 newtons. B. If the charges are immersed in matter, then epsilon naught is replaced by EA, quantity characteristic of the matter involved. Then K is equal to 1/4 pi epsilon naught. The number epsilon naught is called absolute electric permittivity of the dielectric medium. In vacuum, epsilon is equal to epsilon naught, and the ratio epsilon r is equal to epsilon by epsilon naught is known as dielectric constant or relative permittivity. So Coulomb's law is written as F is equal to 1/4 pi epsilon naught
Q1 Q2 by R square. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൊളൂംസ് ലോ ഇൻ വെക്റ്റർ ഫോമാണ്. വെക്റ്ററായിട്ട് നമുക്ക് എങ്ങനെ കൊളൂംസ് ലോ എഴുതാം? ഇപ്പം നമ്മൾ എഴുതിയതുമൊക്കെ വെക്റ്റർ നൊട്ടേഷൻ അതിനകത്ത് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വെക്റ്റർ ഫോമും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ പരിഗണിച്ചതുപോലെ തന്നെ രണ്ട് ചാർജസ് ഉണ്ട്. ഇത് Q1, ഇത് Q2. അപ്പോൾ ആദ്യം നമ്മൾ ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q2 എഴുതുവാന്ന് വിചാരിച്ചു. അപ്പോൾ ഏതാണ് എവിടുത്തെ ഫോഴ്സാണ്? Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏത് മൂലം? Q2 മൂലം ഉള്ള ഫോഴ്സ്. Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് Q2 എന്ന് പറയുന്ന ചാർജ് മൂലം Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അതാണ് F12 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ, നമ്മളത് എഴുതുന്നത് ഇങ്ങനെയാണ്, F12 വെക്റ്റർ എന്ന് പറയുന്നതിൽ ഈ നൊട്ടേഷൻ നമ്മൾ കൊടുക്കും. F12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. തിരിച്ചെഴുതുവാണെങ്കിലോ F21 എന്നെഴുതിയാലോ? ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. അപ്പോൾ ആദ്യം നമ്മൾ F12 എഴുതുവാണ്. F12 ഈസ് ഈക്വൽ ടു, നമുക്കെങ്ങനെ എഴുതാം? കൊളൂംസ് ലോ അനുസരിച്ച് കോൺസ്റ്റൻറ്റ് കൊടുക്കുവാണ്. 1/4πε0. വാക്യത്തിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് εr ഒന്നും കൊടുക്കുന്നില്ല. കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. Q1 Q2 R12 ഇങ്ങനെ എഴുതും. അതായത് 1ലേക്ക് 2വിൽ നിന്നുള്ള ദൂരം, അതാണ് R12, R സ്ക്വയർ. ഇൻറ്റു വെക്റ്റർ ഫോമിൽ എഴുതുമ്പം ഇങ്ങനെ ഇവിടെ ഒരു യൂണിറ്റ് വെക്റ്ററും കൂടെ കൊടുക്കും. R12 യൂണിറ്റ് വെക്റ്ററിന് കൊടുക്കുന്ന സിമ്പലാണ് ക്യാപ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ IJK യൂണിറ്റ് വെക്റ്റർ കഴിഞ്ഞ വർഷം പഠിച്ചു. I ക്യാപ്, J ക്യാപ്, K ക്യാപ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അത് XYZ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഡയറക്ഷൻ പറയാൻ പറ്റില്ല. ഇപ്പം ചാർജ് Q1 ഇവിടെയും Q2 ഇവിടെയും ആണെങ്കിൽ ഈ ഡയറക്ഷനാണ് ഏതെന്ന് പറയുന്നത് R12ൻ്റെ ഡയറക്ഷൻ. ഇത് അതായത് Q1ഉം Q2ഉം യോജിപ്പിക്കുന്ന ഡയറക്ഷൻ. അത് കൃത്യ X ഡയറക്ഷനോ Y ഡയറക്ഷനോ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ് വെക്റ്റർ ഫോമിൽ എഴുതുമ്പം ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതും. R സ്ക്വയറിന് പകരം ആ ഡിസ്റ്റൻസും നമ്മൾ ഇതുപോലെ തന്നെ എഴുതും. R12 എന്ന് എഴുതും. ഇവിടെ R12 ക്യാപ്പും കൊടുക്കും. ഇനി തിരിച്ച് മറ്റേത് എഴുതുവാന്ന് വിചാരിച്ചു. F21 ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? 1/4πε0 Q1 പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതിനകത്തും വ്യത്യാസമില്ല. Q1 Q2 ഡിവൈഡഡ് ബൈ R21, അതായത് 2വിലേക്ക് 1ൽ നിന്നുള്ള ദൂരം സ്ക്വയർ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ R12 എന്ന് പറയുന്നു, R21 എന്ന് പറയുന്നു ഒന്ന് തന്നെയാണ്. അവയ്ക്കിടയിലുള്ള ദൂരമാണ്. R യൂണിറ്റ് വെക്റ്റർ എങ്ങനെ കൊടുക്കണം? R21 ക്യാപ്പ് എന്ന് കൊടുക്കും. ഇനി ഇതിൻ്റെ മുമ്പുള്ള പടത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഇവിടെ കണ്ടോ, ഇത് F12, അതായത് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു സെക്കൻഡ് ചാർജ് അല്ലെങ്കിൽ Q2. ഇതിങ്ങനെ ഇങ്ങോട്ട്. എന്നാൽ തിരിച്ചുള്ള ഫോഴ്സ് എങ്ങനെയാണ്? F21 ഇവിടേക്ക്. ഇത് തമ്മിൽ എന്താണ് ബന്ധം? ഇത് ഈ ഡയറക്ഷനിൽ, ഇത് ഈ ഡയറക്ഷനിൽ. മാഗ്നിറ്റ്യൂഡിൽ ഇതെങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡിൽ ഇവ സെയിം ആയിരിക്കും. ഡയറക്ഷനിലോ ഇത് ഓപ്പോസിറ്റീവ് ആയിരിക്കും. ഒന്നിങ്ങോട്ടാണെങ്കിൽ ഒന്നിങ്ങോട്ട്. ഇത് രണ്ട് പോസിറ്റീവ് ചാർജാണല്ലോ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്. മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം ഈ R21 എന്ന് പറയുന്നു, R12 എന്ന് പറയുന്നു ഒക്കെ ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? F12 വെക്റ്റർ ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു F21. ഇങ്ങനെ എഴുതാം.
അതായത് F12 ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡിൽ ഇവ തമ്മിൽ ഈക്വലാണ്. പക്ഷേ എന്താണ് ഈ നെഗറ്റീവ് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റും ആയിരിക്കും. F12 ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ചാർജിൽ സെക്കൻഡ് ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും സെക്കൻഡ് ചാർജിൽ ഫസ്റ്റ് ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒബേ ചെയ്യും. ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണ് പറയുന്നത്? ടു എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ ഫോഴ്സ്, ഈ ആക്ഷനും റിയാക്ഷനും എന്താണ്? ഫോഴ്സുകളാണ്. അപ്പോൾ ഫസ്റ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏത്? കൊളുംബ്സ് ലോ അനുസരിച്ചുള്ള ഫോഴ്സ് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കി മനസ്സിലാക്കുക.